الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد واحد في أسمائه واحد في صفاته واحد في ذاته واحد في أفعاله ليس كمثله شيء وهو السميع البصير يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم قل إن كان آباؤكم وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين اتقوا الله عباد الله أوصيكم وإياي بتقوى الله. ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സ്നേഹമുള്ള സഹോദരങ്ങളെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുക. റഹ്മാനായ റബ്ബുൽ ഇസ്സത്ത് നാം ഓരോരുത്തർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, റഹ്മാനായ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കഴിഞ്ഞാൽ വിശ്വാസികൾ എന്ന നിലയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അള്ളാഹു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അധികം സ്നേഹം നമുക്ക് വേണ്ടത് ഖലീലായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. അത് അവിടുത്തോടുള്ള ഹഖിൽപ്പെട്ടതാണ്, ബാധ്യതയിൽപ്പെട്ടതാണ്, കടമയിൽപ്പെട്ടതാണ്, നിർബന്ധമാണ്. അള്ളാഹുവിന്റെ റസൂലിനോട് ഹുബ്ബുണ്ടാവുക എന്നത് വാജിബായ കാര്യമാണ്. എത്രത്തോളം അറിയാം, അതിന്റെ ഷർത്തുകൾ പഠിപ്പിക്കുന്നിടത്ത് പണ്ഡിതന്മാര് പറഞ്ഞു, മഹബ്ബത്തുഹു അശദ്ദു മിൻ മഹബ്ബത്തിൻ നഫ്സി വൽ മാൽ വൽ വലദ് വൽ വാലിദ് വന്നാസി അജ്മഈൻ. സ്വന്തം ശരീരത്തെക്കാളും സമ്പത്തിനേക്കാളും മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും സർവ്വജനങ്ങളെക്കാളും എല്ലാറ്റിനേക്കാളും കൂടുതൽ അശദ്ദ്, കഠിനമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ സ്നേഹിക്കണം. അങ്ങനെ സ്നേഹിക്കുമ്പോൾ മാത്രമേ വഅശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതിനോടുള്ള ബാധ്യത വീടുകയുള്ളൂ. ഔദാര്യമല്ല, ഓശാരല്ല. മുഹമ്മദ് നബിയെ സ്നേഹിക്കുക എന്നത് മുസ്ലിമേ നിന്റെ ഔദാര്യമല്ല. നിന്റെ ഔദാര്യം അള്ളാഹ്ക്ക് വേണ്ട, അള്ളാന്റെ റസൂലിന് വേണ്ട. പിന്നെ അതെന്തറിയോ, അത് ബാധ്യതയാണ്, നിർബന്ധമാണ്. നീ മുസ്ലിമാണോ എങ്കിൽ നിനക്ക് നിർബന്ധമായും മുഹമ്മദ് നബിയോട് സ്നേഹമുണ്ടാകണം. എന്താ തെളിവ്? അള്ളാഹുവിന്റെ ഖുർആനാണ്. വിശുദ്ധ ഖുർആനിലൂടെ റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിക്കാം. അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരൊക്കെ പഠിപ്പിക്കുന്ന തെളിവതാണ്. വിശുദ്ധ ഖുർആനിലെ 9-ാമത്തെ അധ്യായം സൂറത്ത് തൗബ 24-ാമത്തെ ആയത്ത്. ഖുൽ, നബിയെ പറഞ്ഞു കൊടുക്കാം. എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? إن كان آباؤكم وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها. 8 കാര്യങ്ങളുണ്ട്. എന്താണ് എണ്ണുന്നത്? പറയുന്നത്, നിങ്ങളുടെ പിതാക്കളും നിങ്ങളുടെ പുത്രന്മാരും നിങ്ങളുടെ സഹോദരങ്ങളും നിങ്ങളുടെ ഇണകളും നിങ്ങളുടെ ബന്ധുക്കളും നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ നിങ്ങളുടെ സ്വത്തുക്കളും മാന്ദ്യം നേരിടുമെന്ന്, കുറഞ്ഞു പോകുമെന്ന്, നഷ്ടപ്പെടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്ന, ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവടവും നിങ്ങൾ തൃപ്തിപ്പെടുന്ന നിങ്ങളുടെ പുരയിടങ്ങൾ, പാർപ്പിടങ്ങളുമെല്ലാം അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി. അല്ലാഹുവെക്കാളും അവന്റെ റസൂലിനെക്കാളും അവന്റെ മാർഗത്തിലുള്ള ജിഹാദിനെക്കാളും പ്രിയപ്പെട്ടതായിരുന്നാൽ
അള്ളാഹിനെക്കാളും നിങ്ങൾക്ക് പ്രിയപ്പെട്ടതാണോ ഈ 8 കാര്യങ്ങൾ? മുഹമ്മദ് നബിയെക്കാളും പ്രിയപ്പെട്ടതാണോ ഈ 8 കാര്യങ്ങൾ? എങ്കിൽ ഫതറബ്ബസൂ ഹത്താ യഅതിയല്ലാഹു ബിഅംരി, അള്ളാഹു എന്റെ കൽപ്പന കൊണ്ടുവരുന്നത് വരെ നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക എന്നാണ്. 2 തഫ്സീർ പ്രധാനമായിട്ട് കാണും. ഒന്നാമത്തെ തഫ്സീർ എന്നറിയോ? മക്കം ഫത്ഹ് വരെ കാത്തിരുന്നോളിന്നാണ്. അപ്പൊ അവിടെ ഖിതാബ് മുശ്രിക്കുകളോടാണ്. അല്ല, ആമായിട്ടുള്ള തഫ്സീർ നൽകുന്നിടത്ത് മുഫസ്സിറുകൾ പറയുന്നത് അള്ളാഹുവിങ്കിൽ നിന്നുള്ള ശിക്ഷയും നാശവും നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക. എന്തുണ്ടായാൽ നിങ്ങളുടെ ബാപ്പ, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ സ്വത്ത്, നിങ്ങളുടെ വീട്, നിങ്ങളുടെ ദുനിയാവ് അത് മുഹമ്മദ് നബിയെക്കാളും നിങ്ങൾക്ക് പ്രിയപ്പെട്ടതായിരുന്നാൽ അള്ളാഹുവിങ്കിൽ നിന്നുള്ള ശിക്ഷ വരുന്നത് നിങ്ങൾ കാത്തിരുന്നോളി എന്നാണ്. എന്നിട്ട് റബ്ബിന്റെ അവസാനത്തെ വാക്കെന്നറിയോ? വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. ഈ ആയത്തിന്റെ അവസാന ഭാഗത്ത് അള്ളാഹു ഫാസിഖീങ്ങളായ തമ്മാടികളായ ജനതകളെ നിർവഴിയിലാക്കൂലെന്നാണ്. വല്ലാത്തൊരു വാക്കാണ്. 8 കാര്യങ്ങൾ ഒരു ഭാഗത്തും 3 കാര്യങ്ങൾ ഒരു ഭാഗത്തും. ഏതൊക്കെയാണത്? പിതാക്കൾ, പുത്രന്മാർ, സഹോദരങ്ങൾ, ഇണകൾ, ബന്ധുക്കൾ, സമ്പാദിച്ച സ്വത്ത്, മാന്ദ്യം നേരിടുമെന്ന് ഭയപ്പെടുന്ന കച്ചവടം, തൃപ്തിപ്പെടുന്ന വീട്, മനുഷ്യനോടൊട്ടി നിൽക്കുന്ന ദുനിയാവിലെ പ്രധാനപ്പെട്ടത് മുഴുവനും ഒരു വശത്ത്. മറുവശത്ത് അള്ളാന്റെ റസൂല്, അള്ളാന്റെ മാർഗത്തിലുള്ള ധർമ്മസമരം. ഇതിലേറെ നിങ്ങൾക്ക് ഈ 8 കാര്യങ്ങൾ പ്രിയപ്പെട്ടതായാൽ നിങ്ങൾ പരിശോധിച്ച് നോക്കി പ്രിയപ്പെട്ടവരെ, നമുക്ക് അള്ളാഹിനെക്കാളും അള്ളാന്റെ റസൂലിനെക്കാളും ഈ പറഞ്ഞ ലിസ്റ്റിലുള്ളത് പ്രിയപ്പെട്ടതാണെങ്കിൽ ഫതറബ്ബസൂ ഹത്താ യഅതിയല്ലാഹു ബിഅംരി, അള്ളാന്റെ കൽപ്പന വരുന്നതൊരു കാത്തിരുന്നോളൂ. ഏതാണെന്നറിയത്? അള്ളാന്റെ ശിക്ഷയും നാശവും നിങ്ങൾക്ക് വരുമെന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. അല്ലാഹുൽ മുസ്തആൻ. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രിയപ്പെട്ടത് അള്ളാഹുവാണ്. പിന്നെയോ അവന്റെ റസൂലാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും അധികം നമ്മൾ സ്നേഹിക്കുന്നത് അവരെയാണ്, അള്ളാഹുവിനെയാണ്. പിന്നെ അവന്റെ റസൂലിനെയാണ്. പ്രധാനം മുഹമ്മദ് നബിയാണ്. എല്ലാറ്റിനേക്കാളും പ്രധാനം മുഹമ്മദ് നബി. എന്താ തെളിവ്? വിശുദ്ധ ഖുർആനിലെ 33-ാം അധ്യായം സൂറത്ത് അഹ്സാബ് 6-ാമത്തെ ആയത്തിലുള്ളത് അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. മുഹമ്മദ് നബി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവിശ്വാസികൾക്ക് സ്വന്തം ദേഹത്തെക്കാളും അടുത്ത ആളാകുന്നു. സമാനമായ ആശയത്തിൽ ഇമാം ബുഖാരിയും മുസ്ലിം ഉദ്ധരിച്ച ഹദീസ് അന ഔലാ ബികുല്ലി മുഅ്മിനിൻ മിൻ നഫ്സി. സമാനമായ ആശയത്തിൽ ഇമാം മുസ്ലിമിന്റെ സ്വഹീഹിലെ 867 അന ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. വിശ്വാസികൾക്ക് അവരുടെ ശരീരത്തോട് ഏറ്റവും അടുത്തത് ഞാനാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് ഞാനും നിങ്ങളും അല്ല നമ്മളെക്കാളും അടുത്തത്. പിന്നെ ആരറിയോ? അള്ളാഹ് കഴിഞ്ഞാൽ നമ്മോട് ഏറ്റവും അടുത്തത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളയും റസൂലും തീരുമാനിച്ചത് മതി നിന്റെ ജീവിതത്തിൽ. ഞാൻ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നിന്റെ ചിന്തകൾ, നിന്റെ വികാരങ്ങൾ, നിന്റെ ജീവിത കാഴ്ചപ്പാടുകൾ അതെല്ലാം തീരുമാനിക്കേണ്ടതാരാ? അള്ളാഹുവാണ്. പിന്നെയോ അവന്റെ റസൂലാണ്. നീ ഇഷ്ടപ്പെട്ടതനുസരിച്ച് നിനക്ക് ജീവിക്കാറോ? അതല്ല. നീ ആരാകുന്നിടത്തോളം, നീ ഒരു മുസ്ലിം ആകുന്നിടത്തോളം, ഈ ഷഹാദത്ത് കലിമ പറയുന്നിടത്തോളം നീ നിന്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ പറ്റില്ല. അള്ളാഹുവിന്റെ ഇഷ്ടത്തിന്, റസൂലുള്ളാഹിന്റെ ഇഷ്ടത്തിന് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരിയിലെ സ്വഹീഹിൽ എന്താ ബുഖാരിയുടെ പ്രത്യേകത? എന്താണ് ബുഖാരിയുടെ പ്രത്യേകത? അള്ളാഹുവിന്റെ ഖുർആൻ കഴിഞ്ഞാൽ അഹ്ലുസ് സുന്നത്തിന്റെ അരികിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് അസഹുൽ കിതാബി ബഅദൽ ഖുർആൻ സ്വഹീഹുൽ ബുഖാരി. ആ സ്വഹീഹുൽ ബുഖാരിയിലെ 15-ാമത്തെ നമ്പർ ഹദീസ്, സ്വഹീഹ് മുസ്ലിമിലെ 44-ാമത്തെ നമ്പർ ഹദീസ്. അവിടെ എന്താണെന്നറിയോ? ആ ഹദീസിനൊക്കെ ഹെഡിങ് കൊടുക്കണം. തരുങ്ങള് ഹുബ്ബുർ റസൂലി മിനൽ ഈമാൻ. റസൂലിനോടുള്ള ഹുബ്ബ് അത് ഈമാനാണ്, ഈമാനിൽപ്പെട്ടതാണ്. എന്നിട്ട് അവിടെ ഒരു വല്ലാത്തൊരു ഹദീസ്, നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളൊരു ഹദീസ്, മുസ്ലിങ്ങൾക്കൊക്കെ മശ്ഹൂറായ ഒരു ഹദീസ്. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും തന്നെ വിശ്വാസിയാവുകയില്ല. ഏതുവരെ? ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. അല്ലാഹുവിന്റെ റസൂലാകണം നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ. ആരെക്കാളും? നിങ്ങളുടെ പിതാക്കളെക്കാളും, നിങ്ങളുടെ മക്കളെക്കാളും, സർവരെക്കാളും അല്ലാഹുവിന്റെ റസൂലിനോട് നിങ്ങൾ ഇഷ്ടം വെക്കുന്നത് വരെ നിങ്ങളിൽ ഒരാൾ മുഅ്മിനാവൂല. ആര് പറഞ്ഞു? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കുറച്ച് ഗൗരവമുള്ള വിഷയമാണ് പ്രിയപ്പെട്ടവരെ. അത് ജീവിതത്തിലെ എന്തിനേക്കാളും, എല്ലാറ്റിനേക്കാളും, ആരെക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം. അത് ഈമാനിന്റെ പൂർണ്ണതയാണ്. നോക്കൂ, മറ്റൊരു ഹെഡിങ്
അത് ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ കൊടുക്കുന്ന ഹദീസാണ്, മുത്തഫഖുൻ അലൈഹിയാണ്. ഹെഡിങ് എന്തറിയോ? ഹലാവത്തുൽ ഈമാൻ. ഈമാനിന്റെ ഹലാവത്ത്, മാധുര്യം, ഹൽവ. നമ്മൾ മലയാളികൾക്ക് പരിചയമുള്ളത് ഹൽവയാണ്. എന്താ ഹൽവ? മധുരമുള്ളതാണ്. എന്താണ് ഇവിടെ ഹലാവത്ത്? തലാസുൻ, 3 കാര്യങ്ങൾ. മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തുൽ ഈമാൻ. ഏതൊരുവനിൽ ഈ 3 കാര്യങ്ങളുണ്ടോ അവനിൽ ഈമാനിന്റെ മാധുര്യം എത്തിയിട്ടുണ്ടെന്നാണ്. ഏതൊക്കെയാണത്? അതിലൊന്ന്, മൻ കാനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അല്ലാഹുവും അവന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവന്, അഥവാ ഈ അടിമക്ക് മറ്റുള്ളവരെക്കാൾ ഏറ്റവും സ്നേഹമുള്ളവരായി തീരുന്നതുവരെ, അല്ലെങ്കിൽ സ്നേഹമുള്ളവരായിത്തീരും. അതെല്ലാറ്റിനേക്കാളും സ്നേഹം. ഉമ്മനെക്കാളും ബാപ്പനെക്കാളും കച്ചവടത്തെക്കാളും ജോലിയെക്കാളും നാടിനെക്കാളും നഗരത്തെക്കാളും പ്രിയപ്പെട്ടവരെക്കാളെല്ലാം പ്രിയപ്പെട്ടത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുവരെ അത് അള്ളാഹിനോടുള്ള അനുസരണം പോലെ റസൂലിനെ അവിടുത്തെ കൽപ്പനകളിലും വിലക്കുകളിലും പിന്തുടരുന്നതാണ് ശരിക്കും സ്നേഹം എന്ന് പറഞ്ഞത്. അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. നോക്കൂ നിങ്ങൾ, അള്ളാഹിന്റെ റസൂലിനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളെ, ഓരോ മുസ്ലിമിന്റെയും ഹൃദയത്തിൽ സ്വന്തത്തോടുള്ളതിനേക്കാൾ വലുതായിരിക്കണം, കുടുംബത്തോടുള്ളതിനേക്കാൾ വലുതായിരിക്കണം, എല്ലാറ്റിനേക്കാളും വലുതായിരിക്കണം, എല്ലാറ്റിനേക്കാളും വലുതായിരിക്കണം. ഇല്ലെങ്കിൽ അതൊരു കാപട്യം മാത്രമാണ്. ഷഹാദത്ത് കലിമ ശരിയായിട്ടില്ല എന്നുള്ളതാണ്. ഷഹാദത്ത് കലിമ ശരിയായിട്ടില്ല എന്നുള്ളതാണ്. ആകെ പ്രതീക്ഷ എന്താ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ഇതെങ്ങാനും അംഗീകരിക്കാതെ പോയാലോ ആ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് ഈമാൻ പൂർത്തീകരിക്കാൻ അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചേ മതിയാകൂ. ഈമാൻ പൂർത്തീകരിക്കാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചേ മതിയാവും. സ്വന്തത്തെക്കാൾ അള്ളാഹുവിന്റെ റസൂലിന്റെ പട്ടിനേക്കാൾ മൃദുലമായ സുഗന്ധമുള്ള ആ കൈ ഇങ്ങനെ പിടിച്ചിട്ട് മഹാനായ ഖലീഫത്ത് റസൂൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ലഅൻത അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ഷൈഇൻ ഇല്ലാ മിൻ നഫ്സി. ഈ ഉമറിന്റെ ശരീരം കഴിഞ്ഞാൽ, ഈ ശരീരമൊഴികെ എല്ലാറ്റിനേക്കാളും തീർച്ചയായും പ്രിയപ്പെട്ടത് അവിടുന്നാണ് നബിയെ. ഉമറിനെ കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടം അവിടത്തോടാണ് എന്ന് പറഞ്ഞു. ഫഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമറിന് മറുപടി പറയാനല്ല, പറ്റൂല ഉമർ, അങ്ങനെ പറ്റില്ല. വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവാരുടെ കയ്യിലാണോ റബ്ബാണ് സത്യം, വല്ലാഹി തല്ലാഹി ബില്ലാഹി എന്നതിന് പകരം ഉപയോഗിക്കുന്ന ഒരു പദം, ഹത്താ അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സിക, നിന്റെ ശരീരത്തെക്കാളും ഞാൻ നിനക്ക് പ്രിയപ്പെട്ടവനാകുന്നതുവരെ പറ്റൂല പറയും. നിന്റെ ഈമാൻ പൂർത്തിയായിട്ടില്ല. ഉമർ ഖത്താബിന്റെ മുന്നിൽ പിന്നെ വേറെ ചോയ്സ് ഒന്നുമില്ല, അവിടത്തേക്ക് മറ്റൊരു തീരുമാനമില്ല. റസൂലാണെല്ലാം. അല്ലാഹ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രിയ മുഹമ്മദ് നബിയോടാണ്. ഫഖാല ലഹു ഉമർ, അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞു, ഫഇന്നഹുൽ ആൻ വല്ലാഹി ലഅൻത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി, തീർച്ചയായും ഇനി അള്ളാഹുവാണ് സത്യം. ഏതൊരു അള്ളാന്റെ പേരിലാണ് നബി സത്യം ചെയ്തത്, അതേ അള്ളാന്റെ പേരിൽ ഉമർ സത്യം ചെയ്യാണ്. വല്ലാഹി, എന്റെ ശരീരത്തെക്കാൾ പ്രിയപ്പെട്ടവര് അവിടുന്നാണ്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അവിടുന്നാണ് മുഹമ്മദ് നബിയെ എന്ന് ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കൂട്ടിച്ചേർക്കാണ്, ആൽ ആന യാ ഉമർ, ഇപ്പോഴാണ് ഉമറെ ശരിയായത്. എന്ത് ശരിയായത്? ഷഹാദത്ത് കലിമ ശരിയായത്. എന്ത് ശരിയായത്? സ്നേഹം ശരിയായത്. എന്ത് ശരിയായത്? ഹഖ് ശരിയായത്. എന്ത് ശരിയായത്? നിന്റെ സ്വർഗത്തിലേക്കുള്ള വഴി ശരിയായത്. എല്ലാറ്റിനേക്കാളും പ്രിയം അല്ലാഹ് കഴിഞ്ഞാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഒരു സ്നേഹം ജീവിതത്തിലുടനീളം യാഥാർത്ഥ്യവൽക്കരിച്ചവരാണ്, കാട്ടിക്കൂട്ടിയവരല്ല, യാഥാർത്ഥ്യവൽക്കരിച്ചവരാണ് സ്വഹാബത്ത്. ഏതെങ്കിലും ഒരു മാസത്തിലെ ഒരു പ്രത്യേക ദിവസത്തിൽ മാത്രം നോക്കിക്കൊണ്ടുവന്നൊരു സ്നേഹവുമല്ല സ്വഹാബത്തിന്റേത്. ചരിത്രത്തിൽ നിങ്ങൾ പരിശോധിച്ചാൽ തുല്യതയില്ലാത്ത സ്നേഹവും അനുസരണവും ബഹുമാനവും ആദരവും പിൻപറ്റലും ആരോട്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഖുത്ബയുടെ പരിമിതമായ സമയത്ത് ചില ഉദാഹരണങ്ങൾ മാത്രം പറയാം. നോക്കൂ, മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഖുലഫാഉൽ അർബഅ, അദ്ദേഹത്തോട് ചോദിക്കാണ്, കൈഫ കാന ഹുബ്ബുകും ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നമുക്കൊരു മാനദണ്ഡം കൂടിയാണ്. എങ്ങനെയാണ് അലിയാര് തങ്ങളെ നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചത്? എങ്ങനെയാണ്? നിങ്ങളുടെ സ്വഹാബത്തിന്റെ നബിയോടുള്ള സ്നേഹം എങ്ങനെയാണ്? ഫഖാല,
സ്വർഗത്തിന്റെ അവകാശിയായ നാലാമൻ, പ്രിയപ്പെട്ട മരുമകൻ, യുവാക്കളിൽ ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച, അല്ലെങ്കിൽ കുട്ടികളിൽ ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച മഹാൻ, അദ്ദേഹം പറഞ്ഞു, കാന വല്ലാഹി അഹബ്ബു ഇലൈനാ മിൻ അംവാലിനാ വഔലാദിനാ വആബാഇനാ വഉമ്മഹാതിനാ വമിനൽ മാഇൽ ബാരിദി അലൽ ലമ. വല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ്, ഞങ്ങളായിരുന്നു ഞങ്ങളുടെ സമ്പത്തിനേക്കാളും ഞങ്ങളുടെ മക്കളെക്കാളും ഞങ്ങളുടെ മാതാപിതാക്കളെക്കാളും അതുപോലെ ശുദ്ധവെള്ളത്തെക്കാളും കുടിവെള്ളത്തെക്കാളും ജീവജലത്തെക്കാളും ഞങ്ങൾക്ക് പ്രിയപ്പെട്ടത് അവിടെ നിന്നായിരുന്നു. കുടിവെള്ളം എന്നൊക്കെ പറഞ്ഞാൽ ഇന്നും നിങ്ങൾ സൗദി അറേബ്യ പോയാൽ മതി, 1 ലിറ്റർ പെട്രോളിന് ചിലപ്പോ 40 ഹലാലേ ഉണ്ടാവുള്ളൂ. എന്നാൽ ഒരു ചെറിയ കുപ്പി വെള്ളത്തിന് 1.5-2 റിയാലാണ് ഇന്നും ഡിമാൻഡാണ്. ഓക്കെ, നിങ്ങൾ കുടിവെള്ളത്തെക്കാൾ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടതാണ് അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കോ പ്രിയമുള്ളവരെ, വായോണ്ടല്ല, നമുക്കോ. നിങ്ങളാലോചിച്ച് എല്ലാറ്റിനേക്കാളും പ്രിയപ്പെട്ടത് അവിടുന്ന് മഹാനായ ഉർവത്ത് ബിൻ സഖഫി റളിയല്ലാഹു അൻഹു. അദ്ദേഹം മുസ്ലിം അല്ലാതിരുന്ന, ജാഹിലിയത്തിലായിരുന്ന, മുശ്രിക്കുകളുടെ കൂട്ടത്തിലായിരുന്ന ഒരു കാലഘട്ടം. അദ്ദേഹം ഹുദൈബിയ സന്ധി, സുൽഹുൽ ഹുദൈബിയ, ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിജയം, ഒരുപക്ഷെ മക്കം ഫത്ഹിനേക്കാൾ വിജയം സുൽഹുൽ ഹുദൈബിയാണ്. ഞങ്ങൾ സ്വഹാബികളിൽ പലരും മനസ്സിലാക്കിയത് ഇന്ന് അബ്ദുല്ലാഹിബ്നു ഇബ്നു മസ്ഊദിനെ പോലുള്ള റളിയല്ലാഹു അൻഹും അവരെ പോലുള്ള മഹാരഥന്മാര് പറഞ്ഞത് ആ സുൽഹുൽ ഹുദൈബിയ. ആ ഹുദൈബിയയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ചർച്ച നടത്തി. ശേഷം അദ്ദേഹം ഇസ്ലാമിലേക്ക് വരുന്നുണ്ട് പിന്നീട്. എന്നിട്ട് അദ്ദേഹം തിരിച്ച് ഖുറൈശികളുടെ അടുത്തേക്ക് മടങ്ങി ചെന്നിട്ട് പറയാണ്, എന്റെ ജനങ്ങളെ, വല്ലാഹി, അല്ലാഹനെ തന്നെയാണ്. അന്ന് മുശ്രിക്കായിരുന്ന ഉർവത്ത് ബിൻ സഖഫി പറയാണ്, ലഖദ് വഫത്തു അലൽ മുലൂക്, ഞാൻ രാജാക്കന്മാരുടെ അടുക്ക് ദൂതനായി ചെന്നിട്ടുണ്ട്. വഫത്തു അല ഖൈസറ വകിസ്റ വന്നജാശി, ഖൈസർ, കിസ്റ, നജാശി പോലുള്ള ആളുകളുടെ അടുത്തേക്കും ഞാൻ ദൂതനായി ചെന്നിട്ടുണ്ട്. വല്ലാഹി, അല്ലാഹനെ തന്നെയാണ്. എന്നാൽ മുഹമ്മദിന്റെ പ്രത്യേകത എന്തറിയോ? ഇൻ തനഖമ നുഖാമതൻ ഇല്ലാ വഖഅതു ഫീ കഫ്ഫി റജുലിൻ മിൻഹും. അദ്ദേഹം ഇങ്ങനെ ലൈവായിട്ട് കാണാണ്, സ്വഹാബത്തിന്റെ സ്നേഹം എങ്ങനെ കാണാണ്. വല്ലാഹി, അല്ലാഹനെ തന്നെയാണ്. അല്ലാഹന്റെ റസൂലൊന്ന് തുപ്പിയാൽ, ഇവിടെ നുഖാമത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ ശരിക്കും ശ്രദ്ധിക്കണം, നുഖാമത്ത് എന്ന് പറഞ്ഞാൽ കഫത്തോടു കൂടിയ തുപ്പലിനാണ്. ചങ്കിൽ നിന്നും നെഞ്ചിൽ നിന്നും വായിൽ നിന്നും മൂക്കിൽ നിന്നൊക്കെ വരുന്ന ഒരു പ്രത്യേക പദാർത്ഥത്തിന് നുഖാമത്ത് എന്ന് പറയും. ഡിക്ഷണറിയൊക്കെ പരിശോധിച്ച് നോക്കണം. ആ നുഖാമത്ത് പുറത്തേക്ക് വന്നാൽ അത് സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാളുടെ കയ്യിലെ വീഴ. ഒരുപക്ഷെ അബൂബക്കറിന്റേതാകാം ജന്ന, ഉമറിന്റേതാകാം ജന്ന, ഉസ്മാന്റേതാകാം ജന്ന, അലി ഇബ്നു അബീ ത്വാലിബിന്റേതാകാം ജന്ന, അല്ലെങ്കിൽ അശ്റത്തുൽ മുബശ്ശിരീങ്ങളുടേതാകാം ജന്ന, സ്വർഗത്തിന്റെ അവകാശികളുടെ കയ്യിലാകാം. ഫദലക ബിഹാ വജ്ഹഹു വജിൽദഹു, ആ കൈപ്പടത്തിൽ വീണ തുപ്പുനീര് അവര് മുഖത്തും തലയിൽ അവരുടെ കയ്യിലും ശരീരത്തിലും അവര് പുരട്ടുന്ന. സുബ്ഹാനല്ലാഹ്. ഒരുപക്ഷെ ഇത് കേൾക്കുമ്പോ നമ്മളെ ഉള്ളില് ഷഹാദത്ത് കലിമയുടെ 2ാമത്തെ സാക്ഷ്യത്തിൽ ഒരുപക്ഷെ ഉറപ്പില്ലാത്ത ആരുടെങ്കിലും മനസ്സിൽ എന്നെങ്ങനെ തോന്നിയാൽ നിന്റെ തുപ്പുനീരിനെ കുറിച്ചല്ല സഹോദര. ശരീരം താഹിറായ, മലവും മൂത്രവും ഒഴിച്ച് ബാക്കിയൊക്കെ തഹൂറായ മുഹമ്മദ് നബിയുടെ തുപ്പുനീരാണ്. ഇത് വലിയൊരു വിഷയമൊന്നുമില്ല പഠിക്കാൻ, വലിയൊരു നെറ്റി ചുളിയേണ്ട വിഷയമൊന്നുമില്ല. നിങ്ങളാലോചിച്ച് ഈ കൂട്ടത്തിൽ എല്ലാവരും കുട്ടികളെ സ്നേഹിക്കുന്നവരാണ്. ഒരുപക്ഷെ പെങ്ങന്മാരെ കുട്ടികൾ, പേരക്കുട്ടികൾ വരെ വീട്ടിൽ വന്നാൽ അവര് ബാത്റൂമിൽ പോകേണ്ട ആവശ്യമുണ്ടായാൽ കഴുകിക്കൊടുക്കാൻ പോലും മടിയില്ലാത്തവരെ നമ്മള്, തുപ്പുനീര് തുടച്ചെടുക്കാൻ മടിയില്ലാത്തവരെ നമ്മള്, ബ്ലഡ് ചിലപ്പോ വായിലാക്കാൻ പോലും മടിയില്ലാത്തവരെ, നജസാണെങ്കിൽ പോലും നമ്മള്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമുക്ക് നമ്മുടെ കുട്ടികളോടുള്ളതിനേക്കാൾ, വാർദ്ധക്യത്തിൽ നമ്മുടെ പിതാവിനോടുള്ളതിനേക്കാൾ സ്നേഹമുണ്ട് മുഹമ്മദ് നബിയോട് സ്വഹാബത്തിന്. അതിന്റെ വികാരം മനസ്സിലാക്കണം, അതിന്റെ പശ്ചാത്തലം മനസ്സിലാക്കണം. ഇന്നും നമുക്കത് കിട്ടാല്ല. പക്ഷേ സ്വഹാബത്ത് എന്ത് ചെയ്യുന്നറിയോ? അത് മുഖത്തും തലയിലും കയ്യിലൊക്കെ പുരട്ടും. ബറക്കത്തെടുക്കാൻ, നബിയുടെ ആസാറുകൾ കൊണ്ട് ബറക്കത്തെടുക്കുക എന്നുള്ളത് അഹ്ലുസുന്ന ഐക്യകണ്ഠേന തീരുമാനിച്ച വിഷയമാണ്, യോജിച്ച വിഷയം, ഒരു ഖിലാഫില്ലാത്ത വിഷയം. ആസാറു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രത്തോളം അറിയോ? ഖൈബറിന്റെ വേള,
മഹാനായ അലി ഇബ്നു അബീ ത്വാലിബിനാണ് പതാകവാഹകൻ. അദ്ദേഹമാണ് യുദ്ധം നയിക്കേണ്ട ആള്. അദ്ദേഹത്തിന്റെ കണ്ണിലേക്ക് ചെങ്കണ്ണ് ബാധിച്ച ഖൈബറിലെ നേതാവിന്റെ കണ്ണിലേക്ക് തുപ്പിക്കൊടുത്തു ഇതേ തുപ്പുനീര് സല്ലല്ലാഹു അലൈഹി വസല്ലം. അഹ്ലുസുന്ന അംഗീകരിക്കുന്നു, അതുകൊണ്ട് നമ്മളും അംഗീകരിക്കുന്നു. അൽഹംദുലില്ലാ. ഇനിയോ ഇതാരാ പറയണത്? അന്ന് മുശ്രിക്കായിരുന്ന ആളാ പറയണത്. അത്ഭുതത്തോടെയാ പറയണത്. നിങ്ങളെപ്പോലെയുള്ള ഒരു നേതാവല്ല മുഹമ്മദ് നബി, അനുയായികളാൽ ആദരിക്കപ്പെട്ട മഹാനെ കുറിച്ചാണ് അവരെ പഠിപ്പിക്കുന്നത്. ആരെ പറഞ്ഞു കൊടുക്കണേ? ശത്രുവിനോട് പറഞ്ഞു കൊടുക്കണം അന്നത്തെ കാലത്ത്. വഇദാ അമറഹും. ഇനിയോ മുഹമ്മദ് അവരോട് കൽപ്പിച്ചാലോ ഇബ്തദറു അംറഹു, അവിടുത്തെ കൽപ്പന അവർ വേഗം നിറവേറ്റും. ഏത്? സ്വഹാബത്ത്. നബിയുടെ കൽപ്പനകൾ അവർ വേഗം നിറവേറ്റും. മുഹമ്മദ് നബിയെ കുറിച്ച് മനസ്സിലാക്കാതെ പോയത് കൊണ്ടുണ്ടായ അപകടമാണ് ഇന്ന് ഉമ്മത്ത് അഭിമുഖീകരിക്കണ എല്ലാ പ്രശ്നം. ആരെ കുറിച്ച് ചർച്ച ചെയ്യണത്? സ്വഹാബത്തിനെ കുറിച്ച്. ആരെ സ്വഹാബത്ത്? സ്വർഗത്തിന്റെ അവകാശികളാണ്. അവരാണ് തുപ്പുനീര് കയ്യിലാക്കിയത്. സ്വർഗത്തിന്റെ അവകാശികളാണ് ശരീരത്തിൽ പുരട്ടിയത്. അവരാണ് എന്ത് ചെയ്ത്? കൽപ്പന നിറവേറ്റിയത്. കുടിക്കരുത്, വലിക്കരുത്, പലിശയുമായി ബന്ധപ്പെടരുത്. എത്ര കൽപ്പന? ആയിരക്കണക്കിന് കൽപ്പന അവര് മുഴുവൻ നിറവേറ്റി. നമ്മളോ വായോണ്ട് പറയും സ്നേഹമുണ്ടെന്ന്, ജീവിതത്തിലോ ഇബ്തദറു അംറഹു, സ്വഹാബത്തിന്റെ പാതയിലാണോ? നമ്മളും അതാണ് സ്വീകരിക്കേണ്ടത്. ഇനി നോക്കൂ, നിങ്ങൾ അടുത്തെന്തറിയോ? വഇദാ തവല്ലാ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളൂ ചെയ്യുമ്പോൾ കാദു യഖ്തതിലൂന അലാ വുളൂഇഹി, അവിടുത്തെ കയ്യും മുഖമൊക്കെ കഴുകുമ്പോ താഴത്തേക്ക് വീഴുന്ന വെള്ളത്തിനു വേണ്ടി സ്വഹാബത്ത്, സ്വർഗത്തിന്റെ അഹ്ലുകാര് അബൂബക്കറും ഉമറും ഉസ്മാനും അലിയും മത്സരിക്കുമാറാകും. എന്തിനറിയോ? ബറക്കത്തെടുക്കാൻ. നമുക്കിങ്ങനെ ചെറുതായിട്ട് നെറ്റി ചുളിയുണ്ടെങ്കിൽ ഷഹാദത്ത് കലിമ നല്ലോണം ഒന്നും കൂടി ഉറപ്പിച്ച് ചൊല്ലിക്കളി. അതെന്തൊരു നിഫാഖിന്റെ അടയാളാണ്. വല്ലാഹുൽ മുസ്തആൻ. ബറക്കത്തെടുക്കാൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ വുളുവിന്റെ വെള്ളം കൊണ്ട് ബറക്കത്തെടുക്കാൻ ഒരുപാട് ഹദീസുകൾ പറയും കാണാം, ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ, ഏറ്റവും പ്രധാനപ്പെട്ട ഹദീസ് ഗ്രന്ഥങ്ങളിൽ. ഇനിയോ വഇദാ തകല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുമ്പോൾ ഖഫളു അസ്വാതഹും ഇൻദഹു, അവിടുത്തെ മുന്നിൽ അവർ ശബ്ദം താഴ്ത്തും. എങ്ങനെ അറിയോ? വമാ യുഹിദ്ദൂന ഇലൈഹി നളറ തഅദീമൻ ലഹു, അവിടത്തോടുള്ള ബഹുമാനം കാരണം അവരൊന്ന് അമർത്തി നോക്കുക പോലുമില്ല. രൂക്ഷമായ ഒരു നോട്ടം പോലും നബിന്റെ മുഖത്തേക്ക് നോക്കൂല. വേറെ ചില റിപ്പോർട്ടില് തലയിലൊരു പക്ഷി വന്നിരുന്നാൽ അത് പാറിപ്പോകുക പോലും ഇല്ലാത്തത്ര അതവോടുകൂടി മുഹമ്മദ് നബിയുടെ മുമ്പിലിരിക്കും. ആര്? സ്വഹാബത്ത്. ആരാ പറയണത്? പിന്നീട് സഹാബിയായ അന്ന് മുശ്രിക്കായിരുന്ന ഉർവത്ത് ബിൻ സഖഫി. ഏറ്റവും വലിയ ഷഹാദത്താണ്, സാക്ഷിത്വം. എവിടെ റിപ്പോർട്ട് അറിയോ? സ്വഹീഹുൽ ബുഖാരി. മനസ്സിൽ കുറിച്ചോളൂ, 2731 നമ്പർ ഹദീസ്. സ്വഹീഹ് ഇമാം ബുഖാരി സ്വഹീഹ്. ഒരു അത്ഭുതമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന്റെ സ്നേഹത്തിന്റെ രംഗങ്ങൾ വിശാലാണ്. ഞാൻ ഹദീസുകൾ വായിച്ചാൽ മണിക്കൂറുകൾ പറഞ്ഞാൽ തീരൂല. നബിയെ കാണാതിരിക്കാനാവാത്ത സ്വഹാബികൾ, ഒരു മിനിറ്റ് പോലും അവിടുത്തെ കാണാതിരിക്കാൻ കഴിയില്ല അവർക്ക്. അവിടത്തേക്ക് വേണ്ടി അവർ കാവൽ നിന്നു. നോക്കൂ, നിങ്ങൾ ഉഹദിലൊക്കെ സ്വന്തം വിരിമാറ് കാണിച്ചിട്ട് ശത്രുക്കളുടെ അമ്പിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് തൊൽഹ, നബിയെ അവിടുന്ന് ഒരിക്കലും എത്തി നോക്കരുത്, അമ്പുകൾ അവിടത്തേക്ക് കൊള്ളുന്ന. എന്നിട്ട് 70-ലധികം ചില റിപ്പോർട്ടില് അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് ഏറ്റുവാങ്ങാൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുള്ള ഹുബ്ബ്. നോക്കൂ നിങ്ങള്, സ്നേഹത്തിന്റെ വിശാലത. അതുപോലെ ദുനിയാവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ പ്രധാനമായി മറ്റൊന്നും അവർക്കുണ്ടായില്ല. ഹിജറ. നബി ഹിജറ പോവുകയാണ്. ഹിജറയിൽ ഞാനാണ് നബിയുടെ കൂടെ തെരഞ്ഞെടുക്കപ്പെട്ടത്. ഹിജറ അള്ളാന്റെ നിർദ്ദേശത്തിലാണ്, അള്ളാന്റെ ഖദറാണ്. ആ നിർദ്ദേശിക്കുന്ന ഡേറ്റ് ഇറങ്ങേണ്ട ദിവസം വരെ അള്ള പറഞ്ഞു കൊടുത്തിട്ടാണ് നബി ഇറങ്ങണത്. ഓടിയതല്ല, തിരുത്തണം നമ്മള്. നബി ഓടിപ്പോയതല്ല, അള്ള പറഞ്ഞിട്ട് നബി പോയതാണ്. ഒരുപാട് അബദ്ധങ്ങൾ മനുഷ്യന്മാർ പറയാറുണ്ട്. നബി ഒളിച്ചോടിപ്പോയി. ഒരിക്കലുമല്ല, അള്ളാന്റെ വഹി കിട്ടിയിട്ടാണ് ഇറങ്ങണത്. ദിവസങ്ങൾക്ക് മുമ്പ് അബൂബക്കറിന്റെ വീട്ടിൽ പോണ്ട്. ഹിജറക്ക് അള്ളാഹു അനുവാദം നൽകുന്നത് കാത്തിരിക്കാണ്. ഞാനല്ലയോ അവിടുത്തെ കൂട്ടുകാരൻ? ഹിജറ പോണിന് മുമ്പ് നബിയോട് ചോദിക്കാണ് അബൂബക്കർ. അതേ, അറിഞ്ഞപ്പോൾ നബിയുടെ സഹവാസം ലഭിക്കുന്നതിന്റെ കാരണത്താൽ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നു. മകളായിരുന്ന അന്ന് നബിയുടെ ഭാര്യയില്ല, നമ്മൾ ഉമ്മ ആയിഷ ബീവി അന്ന് പറയാണ്, ആരെങ്കിലും സന്തോഷം കൊണ്ട് കരയുമെന്നത് എനിക്കതുവരെ അറിയില്ലായിരുന്നു. എന്റെ ബാപ്പ കരയണവരെ നബിയോടൊപ്പം സഹവസിക്കാൻ കിട്ടിയ ഭാഗ്യം കണ്ണുനീരോടുകൂടി ഓർക്കണം. എത്രത്തോളം നിങ്ങള് അതേ അബൂബക്കർ തന്നെ മരിക്കാൻ കിടക്കണം.
നബി ചോദിക്കണ്ട, അബൂബക്കർ ചോദിക്കണ്ട, മോളെ ആയിഷ ഇന്ന് ഏതാ ദിവസം? തിങ്കളാഴ്ച. ആ തിങ്കളാഴ്ച തന്നെ മരിക്കണം എന്ന് ആഗ്രഹിച്ചു അബൂബക്കർ. അദ്ദേഹം മരിക്കുകയും ചെയ്തു. നബി മരിച്ച ദിവസം തന്നെ മരിക്കണം എന്ന് ആഗ്രഹിക്കണം. നബി മരിക്കണ ദിവസം മരിക്കണം എന്ന് ആഗ്രഹിക്കണം. മരിക്കാൻ നേരത്ത് തന്റെ മോനെ പറഞ്ഞേക്കണം ആയിഷമാന്റെ വീട്ടിലേക്ക്. കാരണം റസൂലുള്ളാഹിന്റെ ഖബർ അവിടെയാണ്. തന്റെ മുൻഗാമിയായ അബൂബക്കർ സിദ്ദീഖിന്റെ ഖബർ അവിടെയാണ്. ഒന്ന് ഭർത്താവാണ്, ഒന്ന് ബാപ്പയാണ്. എനിക്കവിടെ ഒരു സ്ഥലം കിട്ടണം ആഗ്രഹമാണ്. ആയിഷ ബി കുറെ കരഞ്ഞു, എന്നിട്ട് അനുവാദം കൊടുത്തു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനോട് തൊട്ട് അബൂബക്കറിന്റെ ഖബറിനോട് തൊട്ട് മൂന്നാമനായി ഇന്നും നമ്മൾ കാണുന്നു അവിടെ അസ്സലാമു അലൈക യാ റസൂലുള്ളാഹ്, അസ്സലാമു അലൈക യാ അബൂബക്കർ സിദ്ദീഖ്, അസ്സലാമു അലൈക യാ ഉമറുൽ ഖത്താബ് എന്ന് പറയാൻ മാത്രം ഭാഗ്യം കിട്ടി. അത് കിട്ടിയപ്പോൾ അദ്ദേഹം അല്ലാഹുവിനെ സ്തുതിക്കുകയും കരയുകയും ചെയ്തു. ചരിത്രത്തിലെ ഹദീസ് ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ പറ്റും. വഫാത്തിൽ പോലും നബിയോടൊപ്പം കഴിയണമെന്ന് ആഗ്രഹിച്ച മഹാരഥന്മാർ അവരൊക്കെ പോണ സ്വർഗാണ്. പ്രവാചക പ്രേമികൾ എന്ന് പറയുന്നത് ഞാനും കൂടെ ആഗ്രഹിക്കണം. എത്രത്തോളം ഉണ്ട് നല്ലോണം ആലോചിക്കണം. നല്ലതാണ്. അള്ളാഹു സഹായിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, കാരണം എന്തറിയോ? വിശ്വാസിക്ക് ഏറ്റവും പ്രധാനം നബിയാണ്. അല്ലാഹു കഴിഞ്ഞാൽ അതാണ് അന ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏതൊരു മുഅ്മിനിനും തന്റെ ശരീരത്തെക്കാൾ അടുത്തവൻ ഞാനാണ്. 1.25 ലക്ഷത്തോളം വരുന്ന സഹാബത്തിന്റെ സ്നേഹ ബഹുമാനങ്ങൾ, ആദരവുകൾ. പ്രിയമുള്ളവര്, അനുയായികളാൽ ഇങ്ങനെ ലോകത്ത് സ്നേഹിക്കപ്പെട്ട വേറൊരു നേതാവ് ആരാണത്? വേറെ ഏത് നേതാവാണ്? ഇങ്ങോട്ട് ആലോചിച്ചു. ലോകത്ത് എത്ര നേതാക്കന്മാർ കഴിഞ്ഞു പോയി. ഒരു വാക്കുകൂടി പറയട്ടെ. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു. ഇന്ന് നമ്മൾ തർളിയത്തെല്ലാം അടിക്കണം മൂപ്പർ പേരേക്കും. നമുക്കിപ്പോൾ പഴയ ജാഹിലിയത്തിൽ അബൂ സുഫിയാൻ ഓർമ്മ വരും. പക്ഷെ ആ ജാഹിലിയത്തിലായിരുന്ന കാലത്ത് അബൂ സുഫിയാൻ പറഞ്ഞൊരു വാക്കുണ്ട്, ലോകത്തൊരു നേതാവിനും കിട്ടാത്തൊരു ബഹുമാനം. അദ്ദേഹം പറഞ്ഞ വാക്കെന്നറിയോ? മാ റഅയ്തു മിനൻ നാസി അഹദൻ യുഹിബ്ബു അഹദൻ കഹുബ്ബി അസ്ഹാബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ. മുഹമ്മദിന്റെ അനുയായികൾ മുഹമ്മദിനെ സ്നേഹിക്കുന്നത് പോലെ ആരെയെങ്കിലും സ്നേഹിക്കുന്ന ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. ആര് പറയാണ്? ഖുറൈശികളുടെ നായകനായ സ്വനാദീദ് ഖുറൈശ് അബൂ സുഫിയാൻ, പിൽക്കാലത്ത് സഹാബി റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയാൻ കാരണം തരുമോ? അദ്ദേഹം നാടുകളിലേക്ക് കാഫില കച്ചവടത്തിന് പോയ ആളാണ്. ഒരുപാട് മനുഷ്യരെ പരിചയമുള്ള ആളാണ്. ജനങ്ങളുമായി ഇടപഴകിയ ആളാണ്. എവിടെയും ഒരു കൈസറിന്റെയോ കിസ്രയുടെയോ നജാഷിയുടെയോ ഒരു കൊട്ടാരത്തിലും അങ്ങനെ ഒരു സ്നേഹപ്രകടനം കണ്ടിട്ടില്ല. നോക്കൂ നിങ്ങൾ, ഇന്നും അങ്ങനെ തന്നെയാണ്. കള്ളു കുടിച്ചിട്ട് ഓടച്ചാല് കിടക്കണ സുലൈമാൻ, ഒരു ഓമന പേര്, തട്ടി വിളിച്ചിട്ട് എന്താണ് നബിനെ കുറിച്ചുള്ള കാഴ്ചപ്പെടുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയൂല. പക്ഷേ ഒന്റെ ഉള്ളിൽ നബിനോടൊരു ഹബ്ബുണ്ട്. അള്ളാഹു നമ്മുടെ ഖബൂലാക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ നമ്മളാലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നുള്ളത് ഓശാരല്ല, ഔദാര്യമല്ല, നിർബന്ധമാണ്, വാജിബാണ്. നമ്മുടെ ഈമാനിനെ കേടുപാടുകൂടാതെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അടിസ്ഥാന വിഷയമാണ്. ഷഹാദത്ത് കലിമയുടെ പൂർത്തീകരണമാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവിടുത്തെ എല്ലാ നിലക്കും പൂർവികരെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് ഹംദൻ കതീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി. اللهم صل وسلم على نبينا محمد. اتقوا الله عباد الله. اوصيكم واياي بتقوى الله. ബഹുമാനരായ സഹോദരന്മാരെ, വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യാണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, സഹാബത്തിന്റെ ലക്ഷക്കണക്കിന് സഹാബത്തിന്റെ ഒരുപാട് സ്നേഹപ്രകടനങ്ങൾ, അതിൽ വളരെ കുറഞ്ഞ വിരലെണ്ണാവുന്നത് മാത്രമാണ് ഈ ഖുത്ബയുടെ പരിമിതമായ സമയത്ത് ഞാൻ സൂചിപ്പിച്ചത്. ആയിരക്കണക്കിന് സംഭവങ്ങൾ നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ തന്നെ കാണാൻ പറ്റും. അത്രയും ആ സ്നേഹത്തിന്റെ വിശാലതകൾ അനുസരണത്തിലൂടെ, അതുപോലെ അവിടുത്തെ പിൻപറ്റലിലൂടെ എല്ലാ നിലക്കും അവർ സ്നേഹിച്ചു. അവർ നബിയെ സ്നേഹിച്ചു, നബിയെ അനുസരിച്ചു, നബിയെ പിൻപറ്റി. ഇത് മൂന്നിന്ന് നമുക്കുണ്ടാകും. അനുസരണത്തിലൂടെ കൂടെ അവർ നബിയെ സ്നേഹിച്ചു. എത്രത്തോളം നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചതിനെ ഒഴിവാക്കിക്കൊണ്ടവർ നബിയെ സ്നേഹിച്ചു. അവിടുന്ന് കൽപ്പിച്ചതിനെ കഴിവിന്റെ പരമാവധി ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ട് അവർ സ്നേഹിച്ചു. ഞാൻ ഒരൊറ്റ ഉദാഹരണം മാത്രം പറയാം. നമ്മളൊക്കെ ഒരുപാട് കല്യാണങ്ങൾ അഭിമുഖീകരിക്കുന്ന ആൾക്കാരാണ്, ഒരുപാട് പുതിയാപ്പിളമാരെ കാണുന്ന ആൾക്കാരാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാളുടെ ഒരു സഹാബിയുടെ വിരലൊരു മോതിരം കണ്ടു. മോതിരം ഏതാ? സ്വർണത്തിന്റെ മോതിരാണ്. ആ മോതിരം ഊരി നബി അങ്ങോട്ട് വലിച്ചെറിഞ്ഞൊരു സംഭവമുണ്ട്, ഹദീസിൽ കാണാം. ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ 2090 നമ്പർ എഴുതിയിരിക്കുന്ന ഹദീസാണ്. നബി ചോദിച്ച ചോദ്യം എന്താ അറിയോ? നബി അദ്ദേഹത്തിന്റെ ആ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തിയിട്ടാണ് അത് തെറ്റാന്ന് പഠിപ്പിച്ചു കൊടുക്കണം. മനഃപൂർവ്വം നരകത്തിന്റെ ഒരു തീക്കട്ട എടുത്തിട്ട് നിങ്ങൾ ആരെങ്കിലും കയ്യിൽ അണിയുമോ എന്നാ ചോദ്യം. സഹാബി എന്ത് ചെയ്തോ? ഊരി എറിഞ്ഞ്. നബി പറ്റൂല അറിഞ്ഞു. നബി ഊരിയാണ്. അദ്ദേഹം പോയി. റസൂലുള്ളാഹി പോയപ്പോ ആളുകളുടെ കൂട്ടത്തിൽ ചില ആൾക്കാർ പറഞ്ഞു, അതോ നിങ്ങൾ തന്നെ ആയിരിക്കും, എന്റെ മോതിരം നീ എടുത്തോ. നബി പോയില്ലേ, നിനക്കത് ഉപകാരം ഉണ്ടാവുന്ന. ആ വലിച്ചെറിഞ്ഞ മോതിരത്തെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കത്രല്ല, വല്ലാഹി ഇല്ല, അല്ലാഹുവിനെ തന്നെയാണ്. ലാ ആഖുദുഹു അബദൻ വഖദ് തറഹഹു റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി വലിച്ചെറിഞ്ഞ മോതിരം ഞാൻ എടുക്കൂല, അല്ലാഹുവിനെ തന്നെയാണ്. എന്നങ്ങൾ ആലോചിച്ച് 1400 വർഷങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുരുഷവർഗത്തോട്, അത് പ്രസവിച്ച് വീണ കുഞ്ഞായാലും ശരി, ഖബറിലേക്ക് ഇറക്കി വെക്കാൻ പാകത്തിന് എന്ന് പറയുന്ന രീതിയിലുള്ള ആളായാലും ശരി, പുരുഷവർഗത്തിന് ഹറാമാക്കിയ സ്വർണം, ആ സ്വർണം കയ്യിലണിയുന്ന പുതിയാപ്പളമാണ് ആധുനിക കാലത്ത് ജീവിച്ചിരിക്കുന്നു എന്നത് അല്ലാഹുൽ മുസ്തആൻ വലിയ സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യം. നബി ഊരി വലിച്ചെറിഞ്ഞ മോതിരം ഇന്നത് അവരെടുത്ത്, നബി ഊരി വലിച്ചെറിഞ്ഞത് ഇന്നെടുത്തിട്ട് കയ്യിലണിയാണ്. അല്ലാഹുൽ മുസ്തആൻ. എന്നിട്ട് പറയാണ്, ഞങ്ങൾക്ക് നബിനോട് സ്നേഹമുണ്ട്. ചില ആൾക്കാർക്ക് കുട്ടികൾക്ക് ധരിച്ചു കൊടുക്കണം, ചെറിയ മക്കൾക്ക്. എന്നിട്ട് പറയാ, ഈ അടുത്തൊരാൾ പറഞ്ഞു 2 വയസ്സിലെ കുഴപ്പമില്ല. എവിടുന്നാണ് ഈ 10 വെക്ക് കൂട്ടുന്നത്? നോക്കൂ, നിങ്ങളുടെ ഹദീസിലുള്ളതറിയോ? പുരുഷവർഗത്തിന് സ്വർണം ഹറാമാണ്, അല്ലാതെ ആൺകുട്ടിക്ക് ഹലാലാണ്, ബാക്കിയുള്ളവർക്ക് ഹറാമെന്നാണ്. നമ്മൾ ആലോചിക്കും, പുരുഷവർഗത്തിന് അത് പ്രായപൂർത്തി വരെ കുഴപ്പമില്ലെന്ന്. അപ്പൊ പിന്നെ പ്രായപൂർത്തി വരെ കുറച്ച് MDMA ലഹരി കൊടുക്കാൻ പറ്റുമോ? പ്രായപൂർത്തി വരെ കുഴപ്പമില്ലല്ലോ. വല്ലാഹുൽ മുസ്തആൻ. അതുകൊണ്ട് ചില ആൾക്കാർ കാണാതറിയോ, സുന്നത്തല്ലേ എന്ന് പറഞ്ഞിട്ട് ചെയിന്, ഏത് ചെയിന്? വെള്ളിയുടെ ചെയിന്, വെള്ളിയുടെ മാല, ഒരു പെണ്ണിനോട് സദൃശ്യപ്പെടുന്ന രീതിയിൽ. നിങ്ങൾ അരിച്ചൊക്കെ അഹ്ലുസുന്ന മുഴുവൻ വിരോധിച്ച കാര്യമാണ്. ആകെ വെള്ളി സുന്നത്താണെന്ന് എപ്പോഴറിയോ? ഒരു മോതിരായിട്ട് ഇടുമ്പോഴാണ്. അതന്നെ ചർച്ച ഉണ്ട്, അത് നബിക്ക് മാത്രമാണോ അല്ലേ എന്നുള്ളത്. ഇന്ന് ജീവിച്ചിരിക്കണ പല മുഹദ്ദിഥീങ്ങളും പറഞ്ഞെന്തറിയോ? അത് നബിക്ക് മാത്രമാണ്. എന്നാൽ മറ്റു ചിലർ പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ട്. എന്നാൽ എന്തില്ല? സിൽസിലകളിൽ, ചങ്ങലകളില്ല. കുട്ടികളെ കഴുത്തിൽ ചങ്ങല കെട്ടി കൊടുക്കാം, സ്വർണ്ണം കെട്ടാൻ പറ്റില്ലല്ലോ. അരയിലാണ് അരഞ്ഞാണം കെട്ടി കൊടുക്കുക, സ്വർണ്ണം കെട്ടാൻ പറ്റില്ലോ. വെള്ളിയും പറ്റില്ല പറയുള്ളവരെ. പുരുഷന്മാർക്ക് വെള്ളിയും പറ്റില്ല. എങ്ങനെ? മോതിരമായിട്ടല്ലാതെ. സ്ത്രീകളോടുള്ള സദൃശ്യപ്പെടൽ അതിനകത്തുണ്ടെന്നാണ് അഹ്ലുസുന്ന പഠിപ്പിക്കുന്നത്. എത്രത്തോളം നമ്മൾ സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട് പല മേഖലയിൽ. അല്ലാഹു തആല സഹായിക്കുമാറാവട്ടെ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തെ പ്രകടിപ്പിക്കേണ്ടത് എങ്ങനെയെന്നുള്ളത് സഹാബത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിലൊരു രീതി അവിടുന്ന് പഠിപ്പിച്ചു തന്ന കാര്യങ്ങളെ, സുന്നത്തുകളെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടാണ്. ഞാനൊരു വാക്ക് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്നത ഇല്ലാ മൻ അബാ. എന്റെ ഉമ്മത്തികളിൽ എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കും, ഇല്ലാ മൻ അബാ, വിസമ്മതിച്ചവരൊഴികെ. റസൂലുള്ളാഹിയോട് ചോദിക്കപ്പെട്ടു, നബിയെ വമയ്യ അബാ, ആരാ റസൂലെ വിസമ്മതിച്ചവർ? നബി പറഞ്ഞു, മൻ അത്വാഅനി ദഖലൽ ജന്ന, ആരെന്നെ അനുസരിച്ചു അവൻ സ്വർഗത്തിലാണ്. വമൻ അസാനി, ആരെന്നെ ധിക്കരിച്ചുവോ ഫഖദ് അബാ, അപ്പോൾ അവൻ വിസമ്മതിച്ചവനായി, വിസമ്മതിച്ചവൻ നരകത്തിലുമായി. സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹീഹുൽ ബുഖാരി 7280 നമ്പർ ഹദീസ്. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞത്, വമാ ആതാകുമുർ റസൂലു ഫഖുദൂ വമാ നഹാകും അൻഹു ഫൻതഹു. അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് നൽകിയതെന്തോ നിങ്ങൾ അത് സ്വീകരിക്കുക. റസൂൽ എന്താ വിലക്കിയത് അതിൽ നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കുക, മാറി നിൽക്കുക. അഥവാ അനുസരണം സ്വർഗത്തിലേക്കാണ്, ധിക്കാരം വിസമ്മതമാണ്, വിസമ്മതം നരകത്തിലേക്കാണ്. റസൂലുള്ളാഹിയെ പിൻപറ്റിക്കൊണ്ടാണ് നമ്മൾ അവിടുത്തെ സ്നേഹിക്കേണ്ടത്. നബി പറഞ്ഞത്, നബി ചെയ്തത്, മൗനാനുവാദം നൽകിയത്, അതുകൊണ്ട് ഖൗലൻ വ അമലൻ, നബിയുടെ വാക്കും നബിയുടെ പ്രവൃത്തിയും, അത് രണ്ടും ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. അങ്ങനെയാണ് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടത്. അള്ളാഹു പറഞ്ഞു, വത്തബിഊഹു
ലഅല്ലകും തഹ്തദൂൻ. എന്താണ് അവിടുത്തെ പിൻപറ്റിയാൽ? അദ്ദേഹത്തെ നിങ്ങൾ പിൻപറ്റുവിൻ. ലഅല്ലകും തഹ്തദൂൻ, നിങ്ങൾ നേർമാർഗം പ്രാപിച്ചേക്കാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കാൻ, അവിടുത്തെ പിൻപറ്റാൻ, അവിടുത്തെ അനുസരിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വഹാബത്ത് സ്നേഹിച്ചതുപോലെ എല്ലാ നിലയിലും മനസ്സ വാച കർമ്മണ അവിടുത്തെ സ്നേഹിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവേയും ഒന്നാമതായി അള്ളാഹുവിനെയും ശേഷം അള്ളാഹുവിന്റെ റസൂലിനെയും സ്നേഹിക്കാൻ അള്ളാഹു നമുക്ക് സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഇണകളിൽ, നമ്മുടെ മക്കളിൽ അള്ളാഹു നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ എല്ലാ വിഷമതകളും അള്ളാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു ലോകത്തിന്റെ വിവിധ കോണുകളിൽ പ്രയാസപ്പെടുന്ന ഉമ്മത്ത് മുസ്ലിമ അള്ളാഹുക്ക് സമാധാനം ചെയ്യുമാറാവട്ടെ. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിരവധി സംസ്ഥാനങ്ങളിൽ പ്രളയ ദുരന്തത്തിലാണ്. അള്ളാഹു തആല അവർക്ക് സമാധാനം ചെയ്യുമാറാവട്ടെ. അത്തരം പ്രയാസങ്ങൾ അള്ളാഹു തആല അവരെയും നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم على نبينا محمد.